ഈ സെക്കൻഡ് ബേബി ഡെലിവറിക്ക് വരുമ്പോഴേക്കും ഫസ്റ്റ് ബേബി കൂടെ ഉണ്ടാവും. എന്നിട്ട് കഴിഞ്ഞ ദിവസം വന്ന പേഷ്യൻ്റ് പറയാ അവൾക്ക് ഒപ്പം പാല് കുടിക്കണം. എന്തൊരു കഷ്ടം. കൊച്ചിന് മാനസികമായിട്ട് വരും. അപ്പോൾ ഈ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കി നിൽക്കുന്നത്. ഇവർ പറയും എന്തൊരു പ്രയാസം, ചെറിയ കുട്ടിയെ എന്തെങ്കിലും ചെയ്യാൻ നോക്കി നിൽക്കും, അതിന് മറ്റൊരു കുടിക്കണം. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ട്, അമ്മ ഈ കുട്ടിയെ നോക്കണേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേർക്കും കൊടുക്കും. അയ്യോ അങ്ങനെ കൊടുത്താൽ ഈ കുട്ടിക്ക് ഞാൻ ഒന്നും പറ്റില്ല, രണ്ടുപേർക്കും നിങ്ങൾ മറ്റേ കുട്ടി കുടിച്ചോണ്ടിരിക്കണതല്ലേ. രണ്ട് കുട്ടികളെ നോക്കണത് മാത്രമല്ല മാഡം, ആ അമ്മയുടെ ഒരു ഹെൽത്തും കൂടെ ഒന്ന് ആലോചിക്കണം. കാരണം ഈ അടുപ്പിച്ച് പ്രഗ്നൻസി അവർക്ക് ആ അബ്ഡോമൻ വയറിന്റെ മസിലൊക്കെ ഒന്ന് ലൂസായി അതെ അവർ റിക്കവർ ചെയ്ത് വരുന്നത്. നമ്മൾ 3 years അല്ലേ പറയുന്നത്, 3 വർഷമെങ്കിലും ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് 3 വർഷം ആകുമ്പോഴേക്കും കുട്ടി നഴ്സറി പോകും. അപ്പോഴാണ് ഇത് അങ്ങനെയൊന്നും നോട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ പ്രഗ്നൻസി മുഴുവൻ സഫറിങ് ആണ്. നടുവേദന, വയറുവേദന, കിതപ്പ്, ഒരു രക്ഷയും. എനിക്ക് നമ്മുടെ കോൺട്രസെപ്റ്റ് ചെയ്ത് നമ്മൾ 6 ആഴ്ച കഴിഞ്ഞ് വന്ന് കാണുമ്പോൾ പറയുന്നത് കുറച്ചും കൂടി ഒരു ഇഫക്റ്റ് ആയിട്ടാണോ എല്ലാവരോടും പറയുന്നുണ്ട് മാം. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്ത്, ഈ പറഞ്ഞ കൂട്ട് ആക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്യാം, അല്ലെങ്കിൽ ട്രൈ ചെയ്യാം, നോക്കാം എന്നും പറഞ്ഞ് തിരിച്ചു വരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്കൊരു 100% സേഫ് കോൺട്രസെപ്റ്റീവ് ഇല്ല അല്ലേ. എന്തിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴേക്കും പേടിയോ, കോപ്പർട്ടി എടുത്താൽ ഇങ്ങനെ, ഇഞ്ചക്ഷൻ എടുത്താൽ ഇങ്ങനെ, ഗുളിക എടുത്താൽ ഇങ്ങനെ, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അയ്യോ അങ്ങനെയാണ് വേണ്ട. നമ്മളിപ്പോൾ ഈ പെർമനന്റ് ആയിട്ട് ചെയ്യുന്ന സ്റ്റെറിലൈസേഷന് പോലും ഉണ്ടല്ലോ ചെറിയ ഫെയിലിയർ. അതെ 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 അതെ. ഇതിന്റെ ഏറ്റവും തമാശ എന്താ, ഇതെല്ലാം സഹിക്കുന്ന സ്ത്രീയാണ് അല്ലേ. സെക്കൻഡ് പ്രഗ്നൻസി വന്നാലും എക്ടോപിക് വന്നാലും എന്ത് വന്നാലും സ്ത്രീയുടെ മേലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ സ്ത്രീ തന്നെ ഒരു എംപവർമെന്റ് വരണ്ടേ, അല്ലെങ്കിൽ അവർ തന്നെ ചോദിച്ചാലേ കാര്യങ്ങൾ നടക്കും. അവർ പറയണം എനിക്ക് എന്തെങ്കിലും കോൺട്രസെപ്റ്റീവ് വേണം.